പാർട്ടിയുടെ നിരവധി കാലഘട്ടം പാർട്ടി പ്രവർത്തന രംഗത്ത് കേരള കോൺഗ്രസിന്റെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതൃനിലയിലൂടെ കടന്നുവന്ന ഇപ്പോൾ സിപിഐയിൽ ഇടതുപക്ഷ മുന്നണിയിൽ സിപിഐയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ശ്രീ ടി ജെ റോയിയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 100-150 കുടുംബങ്ങളും നിരവധിയായ സഹപ്രവർത്തകരും പി ജെ ജോസഫ് സാർ നേതൃത്വം കൊടുക്കുന്ന യഥാർത്ഥ കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വരാൻ തീരുമാനിക്കുകയുണ്ടായി. ഞങ്ങൾ അവരെ എല്ലാവരെയും ഇന്ന് പുതുതായി അവരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 4 മണിക്കാണ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് മാധ്യമ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത് തുടർന്ന് 2 പരിപാടികൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ട് ആ പരിപാടികൾ നടക്കുന്നതുകൊണ്ടാണ്. ശ്രീ ടി ജെ റോയ് ഞാൻ KAC-യുടെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുമ്പോഴും യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുമ്പോഴും കോഴിക്കോട് ജില്ലയിൽ KAC ജെയുടെ യൂത്ത് ഫ്രണ്ട് ജെയുടെയും കോഴിക്കോട് ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ള യുവജന വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിന്നിട്ടുള്ള ഭാരവാഹിയുള്ള ഒരാളാണ്. അദ്ദേഹത്തോടൊപ്പം വിവിധ മറ്റ് നേതാക്കളും ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. അവരെല്ലാവരെയും ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാറിന്റെ അനുമതിയോടുകൂടിയാണ് ഇക്കാര്യങ്ങളെല്ലാം നിർവഹിക്കപ്പെടുന്നത്. പാർട്ടിയിലേക്ക് ഇന്നവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഉള്ള സമ്മേളനം തുടർന്ന് നടക്കുന്നതായിരിക്കും. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഭവന സന്ദർശനവും ഫണ്ട് ശേഖരണവും പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി 14 ജില്ലകളിലും ജനസമ്പർക്ക പരിപാടി എന്ന നിലയിലാണ് ഈ ഒരു ഭവന സന്ദർശന പരിപാടി പാർട്ടി ക്രമീകരിച്ചിട്ടുണ്ട്. ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി ഭവന സന്ദർശനം, ഫണ്ട് ശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് പ്രാദേശിക തലങ്ങളിൽ പദയാത്ര പോലെയുള്ള ജനസമ്പർക്ക യാത്രകളും നടത്തുവാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ സംസ്ഥാനത്തൊട്ടാകെ ആ പരിപാടികൾ ഇപ്പോൾ വിവിധ കേന്ദ്രങ്ങൾ നടക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലും വിവിധ കേന്ദ്രങ്ങളിൽ അത്തരം പ്രോഗ്രാമുകൾ നടത്തുന്നതായി. അങ്ങനെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജനകീയ അടിത്തറ വിപുലീകരിച്ചുകൊണ്ട് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ ഇപ്പോൾ സ്റ്റേറ്റ് പാർട്ടി എന്ന നിലയിൽ സംസ്ഥാന പാർട്ടിയുടെ പദവിയിലേക്ക് കേരള കോൺഗ്രസ് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്നു, പിന്നീട് നഷ്ടപ്പെട്ടു. ഇപ്പോൾ പാർട്ടിക്ക് ദേശീയ ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചു. സംസ്ഥാന പാർട്ടിയുടെ പദവിയും ലഭിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് ഓട്ടോറിക്ഷ ചിഹ്നം പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായി ദേശീയ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച് നൽകിയിട്ടുണ്ട്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും ആ ചിഹ്നം ഔദ്യോഗികമായി പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായി അംഗീകരിച്ച് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ പാർട്ടിക്ക് എല്ലാ സ്ഥലത്തും ഒരുപോലെ മത്സരിക്കാൻ കഴിയും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം പാർലമെന്റിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീ ഫ്രാൻസിസ് ജോർജ് ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ് മത്സരിച്ചിട്ടുള്ളത്. അങ്ങനെ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നം കൂടി ലഭിക്കുമ്പോൾ കേരളമൊട്ടാകെ ഒരേ ചിഹ്നത്തിൽ പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ള സന്തോഷ വാർത്തയും ഞങ്ങൾ അറിയിക്കുകയാണ്. ഇനി പാർട്ടിയുടെ ജനകീയ അടിത്തറ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതെല്ലാം പാർട്ടിയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, കേരള കോൺഗ്രസ് പ്രതിദാനം ചെയ്യുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന രാഷ്ട്രീയ ലക്ഷ്യവും പാർട്ടിക്കുണ്ട്. കേരളത്തിലെ UDF-ന്റെ തിരിച്ചുവരവാണ് രാഷ്ട്രീയമായി പാർട്ടി ആഗ്രഹിക്കുന്നത്. UDF-നെ കേരള സംസ്ഥാനത്ത് മുൻനിരയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF നേതൃത്വം നൽകുന്ന ഒരു ഭരണമുന്നണി അധികാരത്തിൽ വരുവാനുമുള്ള പ്രവർത്തനങ്ങൾക്കാണ് പാർട്ടി നേതൃത്വം കൊടുക്കുന്നത്. രാഷ്ട്രീയമായി പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ഇത്രയും വിഷയങ്ങളാണ്. ഇനി ഇത് കൂടാതെ നിയമസഭയിൽ ഞങ്ങൾ നടത്തിയ ഒരു പോരാട്ടം വിജയത്തിലെത്തിയെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമാണെങ്കിൽ ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങളിൽ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ഈ നിലപാട് മാറ്റത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാറ് നിർദ്ദേശിച്ചത് പ്രകാരമാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനുമായി കൂടിയാലോചിച്ചുകൊണ്ട് നിയമസഭാ സമ്മേളനത്തിൽ ഭിന്നശേഷി അധ്യാപക സംവരണ പ്രശ്നത്തിൽ ഇന്ന് നിൽക്കുന്ന പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം കൊണ്ടുവരുവാനുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. ആ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിലൂടെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് കഴിഞ്ഞ 4 വർഷക്കാലമായി കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപകരുടെ നിയമനം അംഗീകരിക്കാതെ ഗവൺമെന്റ് നിഷേധാത്മകമായ നിലപാട് ഇതുവരെ സ്വീകരിച്ചിരിക്കുകയായിരുന്നു.
കഴിഞ്ഞ 4 വർഷമായി ദിവസക്കൂലിക്കാണ് എയ്ഡഡ് സ്കൂളിലെ 16,000-ഓളം വരുന്ന അധ്യാപകർ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു വിഷയം ഇടതുമുന്നണിയുടെ തലത്തിൽ നിരവധി പ്രാവശ്യം വിവിധ മാനേജ്മെന്റുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സർക്കാർ അത് ഗൌരവമായി എടുത്തില്ല എന്നുള്ളത് എല്ലാവർക്കും പ്രതിഷേധവും വേദനയും ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ഭരണമുന്നണിയിലെ ഒരു പാർട്ടി ഈ വിഷയത്തിൽ സജീവമായി ഇടപെടലിന് ഇതുവരെ രംഗത്ത് വന്നിരുന്നില്ല. ഗവൺമെന്റിന്റെ തലത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പൊതുവിദ്യാഭ്യാസ മന്ത്രിയെയും ഒക്കെ കണ്ട് നിരവധി പ്രാവശ്യം നിവേദനങ്ങൾ സമർപ്പിക്കപ്പെട്ടെങ്കിലും കാര്യമായ ഒരു പരിഹാര നടപടിയിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും വിവിധ സമരപരിപാടികളും നടന്ന പശ്ചാത്തലത്തിൽ പ്രതിപക്ഷത്തിന്റെ തീരുമാനപ്രകാരം കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഈ പ്രശ്നവുമായി കൂടുതൽ ആഭിമുഖ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഇക്കാര്യത്തിൽ നോട്ടീസ് കൊടുക്കുകയും നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണം തികച്ചും നിർഭാഗ്യകരമായിരുന്നു. കാരണം മന്ത്രിമാർ തന്നെ ഈ ഒരു വിഷയത്തെ ജാതിവൽക്കരിക്കാനും അതുപോലെ തന്നെ ഒരു ശത്രുതാ മനോഭാവത്തോടുകൂടി ഈ പ്രമേയത്തെയും ഈ വിഷയത്തെയും കാണുവാനുള്ള സമീപനമാണ് നിയമസഭയിൽ ഇക്കാര്യങ്ങൾ ഉന്നയിച്ചപ്പോൾ സംഭവിച്ചത്. അതെല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. കാരണം 16,000-ഓളം ടീച്ചേഴ്സ് ശമ്പളം കിട്ടാതെ ദിവസക്കൂലിക്കാരായി ഇവിടെ ഫ്രീ സേവനം കൊടുക്കുന്ന പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ചു, ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകർക്ക് ഗവൺമെന്റ് എല്ലാ സംരക്ഷണവും നിലവിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കേരളത്തിൽ എയ്ഡഡ് സ്കൂളുകളും. ഒരേപോലെ നമ്മുടെ നാട്ടിലെ കുട്ടികൾ പഠിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു തുല്യനീതിയുടെ പ്രശ്നമുണ്ട്. അവിടെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാത്തത് അനീതിയാണ്. ആ അനീതി ഗവൺമെന്റ് തിരുത്തണം. ഇതിലൊരു രാഷ്ട്രീയവും ഇല്ല, ഒരു ജാതിയില്ല, മതവും ഇല്ല. ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഏത് ജാതിയിൽപ്പെട്ടവരായാലും ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവരായാലും കേരളത്തിലെ എയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ശമ്പളം കിട്ടണം, അവർക്കുള്ള അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കിട്ടണം. ഇതാണ് നമ്മൾ ഉന്നയിച്ച വിഷയം. അപ്പൊ മന്ത്രിമാരുടെ തെറ്റായ പ്രതികരണം, മന്ത്രിമാർ മറുപടി പറയുമ്പോൾ പരിഹസിക്കുകയും ബഹളമുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് നിയമസഭാ രേഖകളിൽ നിങ്ങൾക്ക് കാണാം, നിയമസഭാ നടപടികളിൽ കാണാം. ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ തന്നെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ പ്രതികരണം, അപ്പൊ ഞാൻ ബിഷപ്പ് തിരുമേനിമാർ പറഞ്ഞ പ്രധാന ഭാഗം കോട്ട് ചെയ്യുകയുണ്ടായി. തോമസ് നെറ്റോ പിതാവാണ് തിരുവനന്തപുരം അതിരൂപത ലറ്റിൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ്. അദ്ദേഹമാണ് സെക്രട്ടേറിയറ്റിലേക്കുള്ള അധ്യാപക സമരം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, ഇത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്, ഇതിൽ രാഷ്ട്രീയമില്ല, മറ്റ് ജാതിപരമായ ഒരു കാര്യങ്ങളുമില്ല. തീർച്ചയായിട്ടും ആ നീതി നടത്തിത്തരുവാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അത് അധ്യാപകർ ആവശ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഗവൺമെന്റ് അത് പരിഗണിക്കണം. ഈ വിഷയത്തിൽ കേരളത്തിലെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിന് വേണ്ടി എഡ്യൂക്കേഷൻ കൌൺസിലുമായി ബന്ധപ്പെട്ട് നേതൃത്വം കൊടുക്കുന്ന പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറിങ്ങാട്ട് പിതാവ് തുടർച്ചയായി ലേഖനങ്ങൾ വിവിധ മാധ്യമങ്ങളിലൂടെ എഴുതുകയുണ്ടായി. അപ്പൊ ആ ലേഖനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒറ്റ കാര്യമാണ്, ഭിന്നശേഷിക്കാരായിട്ടുള്ള ക്വാളിഫൈഡ് ആയ ടീച്ചേഴ്സിന് നിയമനം കൊടുക്കണം, 16,000-ഓളം വരുന്ന അധ്യാപകർക്കും നിയമനം കൊടുക്കണം. ഇതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഞാൻ ആ വിഷയം നിയമസഭയിൽ പറയാൻ ശ്രമിച്ചു. പിന്നീട് ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായി പ്രതികരിച്ച ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷന്മാർ തോമസ് തറയിൽ പിതാവിന്റെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളും, കാരണം ഇത്രയും അധ്യാപകർ അർഹതയുള്ളവരാണെങ്കിലും അവർക്ക് ശമ്പളമില്ലാതെ നിൽക്കുന്ന വിഷയം ഗവൺമെന്റ് കണ്ണു തുറന്ന് കാണണം. അപ്പൊ ഇങ്ങനെ വിവിധ സഭാപിതാക്കന്മാർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ സർക്കാർ പരിശോധിക്കണം എന്ന് പറയാൻ ശ്രമിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ബിഷപ്പുമാർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ മന്ത്രിമാരെ പോയി അവരുടെ വസതിയിൽ പോയി കണ്ടു പറഞ്ഞാൽ മതി, അതൊന്നും പറയാനുള്ള സ്ഥലമല്ല നിയമസഭ എന്ന് പറയാൻ ശ്രമിക്കുകയുണ്ടായി. അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ നിയമസഭ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും അവകാശങ്ങളും പറയാനുള്ള വേദിയാണ്. ഇവിടെ ഞങ്ങൾ പറഞ്ഞിരിക്കും എന്ന് ഞാൻ ഉറച്ച സ്വരത്തിൽ അവിടെ നിയമസഭയിൽ പറയുകയും ചെയ്തു. ഉച്ചയ്ക്ക് ശേഷമുള്ള ധനകാര്യ വകുപ്പിന്റെ ചർച്ചയിൽ വീണ്ടും ഞാനത് ആവർത്തിച്ച് പറയുകയും ചെയ്തു. കാരണം പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നേ നമ്മൾ പറയുന്നുള്ളൂ. അത് ഏത് മതവിഭാഗത്തിന്റെ ആയാലും ഏത് ജനവിഭാഗത്തിന്റെ ആയാലും കേരളത്തിലെ ജനങ്ങളാണ്. ആ നിലയിൽ ചൂണ്ടിക്കാണിച്ചു. ഏതായാലും ഇങ്ങനെ ഒരു ശത്രുതാ മനോഭാവത്തോടെയാണ് ഗവൺമെന്റ് ആദ്യം ഈ വിഷയത്തെ കണ്ടതെങ്കിലും പിന്നീട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചപ്പോഴും എല്ലാം തികച്ചും നിഷേധാത്മകമായിട്ടാണ് മറുപടി പറഞ്ഞതെങ്കിലും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിൽ ഇതൊരു തീപ്പന്തം പോലെ ഒരു വലിയ സമരമുഖമായി കേരളമൊട്ടാകെ ആളിപ്പടരുന്നതാണ് പിന്നെ കാണുന്നത്. എല്ലാവരും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. മനസാക്ഷിയുള്ള കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഇക്കാര്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധ്യാപകർക്ക് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അപ്പൊ ഗവൺമെന്റ് ഇത്തരമൊരു പ്രശ്നത്തിന്റെ ഗൌരവം വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞു എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അതേ തുടർന്ന് അവരൊരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി, അപ്പം
ഭീഷണിയുടെ സ്വരമുയർത്തിയ മന്ത്രിമാർ, പരിഹസിച്ചുകൊണ്ടിരുന്ന മന്ത്രിമാർ സമുന്നയത്തിന്റെ പാതയിലേക്ക് കടന്നു വന്നു എന്നുള്ളത് ഒരു നിലപാട് മാറ്റത്തിന്റെ ലക്ഷണമായി ഞങ്ങൾ കണ്ടു. ആ നിലപാട് മാറ്റം സ്വാഗതാർഹമാണ്, അത് സത്യസന്ധമാണെങ്കിൽ. ഇപ്പോൾ ഞങ്ങൾ നിയമസഭയിൽ ആവശ്യപ്പെട്ടതും അധ്യാപകർ പൊതുവെ ഉന്നയിക്കുന്നതും ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്നത് NSS മാനേജ്മെന്റിന് നിയമന അംഗീകാരം കൊടുക്കാൻ അനുവാദം കൊടുത്തു. അതിന്റെ ഭാഗമായി ഗവൺമെന്റ് നിയമന അംഗീകാരം NSS മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളുകൾക്ക് കൊടുത്തു, അധ്യാപകർക്ക് കൊടുത്തു. ഇതേപോലെ തന്നെ സമാന സ്വഭാവമുള്ള മറ്റ് വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നവർക്കും കൊടുക്കാം. ഇത് സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് മറ്റ് അധ്യാപകർ കൂടി നടപ്പാക്കണം. ഇതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ ഗവൺമെന്റ് പറഞ്ഞു, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു, അഡ്വക്കേറ്റ് ജനറലിന്റെ ഒപ്പീനിയൻ കിട്ടിയിട്ടുണ്ട്. ആ ഒപ്പീനിയൻ കിട്ടിയിരിക്കുന്നതനുസരിച്ച് സുപ്രീം കോടതിയിൽ ഇനി വീണ്ടും എല്ലാവരും കേസിന് പോകണം, അതിന്റെ ഒരു ആവശ്യമില്ല എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ നിലപാട്. ഏതായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു അഭിപ്രായ സമന്വയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പൊതുവിദ്യാഭ്യാസ മന്ത്രിയും ചേർന്ന് വിളിച്ചു ചേർത്ത യോഗത്തിൽ ഒരു ധാരണ ഉണ്ടായതായി മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്നത് 16-ാം തീയതി, ഈ ഒക്ടോബർ 16-ാം തീയതി സുപ്രീം കോടതിയിൽ ഈ കേസ് വീണ്ടും വരികയാണ്. കേസ് വരുന്ന സമയത്ത് അതിൽ ഗവൺമെന്റിന്റെ സ്റ്റാൻഡ്, ഇപ്പോൾ നിലവിലെടുത്തിരിക്കുന്ന സ്റ്റാൻഡിലുള്ളൊരു മാറ്റം, അത് ഗവൺമെന്റ് കോടതിയെ അറിയിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അധ്യാപക സംവരണ കാര്യത്തിൽ എല്ലാവർക്കും കൊടുക്കുന്നതിന് വിരോധമില്ല, അതിന് ഗവൺമെന്റ് തയ്യാറാണ് എന്ന് സുപ്രീം കോടതിയെ അറിയിക്കും. അതിലൂടെ ഒരു അനുകൂല നിലപാട് സുപ്രീം കോടതിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കും എന്നാണ് ഇപ്പോൾ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. അത് നല്ല കാര്യമാണ്. അങ്ങനെ ഗവൺമെന്റ് ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് കേരളത്തിന്റെ അനിവാര്യതയാണ്. അതുകൊണ്ട് തീർച്ചയായും പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുന്ന കാര്യമാണ്. ഗവൺമെന്റ് പ്രഖ്യാപിതമായി പറഞ്ഞിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമാണ്. യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പഠിപ്പിക്കാനുള്ള അധ്യാപകർക്ക് ശമ്പളവും ഇല്ല, അവരെ തിരിഞ്ഞു നോക്കുന്നുമില്ല എന്നുള്ളത് 4 വർഷം ഇവിടെ സംഭവിച്ചു. അത് തുടരാൻ പാടില്ല എന്നതാണ് ഞങ്ങളുടെ ഉറച്ച നിലപാട്. അതുകൊണ്ട് ഗവൺമെന്റ് പറഞ്ഞ കാര്യങ്ങളെ ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു. 16-ാം തീയതി സുപ്രീം കോടതിയിൽ ഇക്കാര്യങ്ങൾ കൊടുത്ത് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഗവൺമെന്റ് തന്നിരിക്കുന്ന ഉറപ്പ് അത് ആത്മാർത്ഥതയോടുകൂടി പാലിക്കപ്പെടണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതിനുള്ളൊരു സത്യസന്ധതയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അതെല്ലാം വ്യക്തിപരമായ അഭിപ്രായങ്ങളായിട്ട് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. കാരണം UDF-ൽ ഈ വിഷയങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. UDF-ലേക്ക് പുതിയതായി ആരെങ്കിലും കടന്നു വരാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും UDF യോഗങ്ങളിൽ ആ വിഷയം ചർച്ച ചെയ്യേണ്ടതാണ്. ഇതുവരെ UDF യോഗങ്ങളിൽ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയിൽ നിൽക്കുന്ന ഒരു കക്ഷിയും ഇങ്ങോട്ട് വരുന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായ ഒരു ചർച്ചയും നടന്നിട്ടില്ല. UDF-ലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ എന്ന നിലയിൽ ഉഭയകക്ഷി ചർച്ചയും ഞങ്ങളോട് ആരും നടത്തിയിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ UDF യോഗത്തിലും പങ്കെടുത്തതാണ്. ആ യോഗത്തിലും UDF-ന്റെ ജനകീയ അടിത്തറ വിപുലീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് പൊതുവായി UDF-ലേക്ക് കടന്നു വരാൻ തയ്യാറുള്ളവരെ എല്ലാവരെയും ചേർത്ത് പിടിച്ചു പോവുക എന്ന പൊതു താല്പര്യമാണ്. പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ടി ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് UDF-ലേക്ക് വരുന്നതിനെക്കുറിച്ചുള്ള ഒരു സൂചനയും കേരള കോൺഗ്രസിന് ലഭിച്ചിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറ് വളരെ വ്യക്തതയോടുകൂടി തന്നെ പറഞ്ഞിട്ടുണ്ട്, UDF-ന്റെ നന്മയ്ക്ക് വേണ്ടി പാർട്ടി എപ്പോഴും എല്ലാ കാര്യങ്ങളും സഹകരിച്ചു നിൽക്കുന്ന പോസിറ്റീവായ നിലപാടാണുള്ളത്. പക്ഷേ വരാതിരിക്കുന്ന ആളുകളുടെ പുറകെ നടന്ന് വരുന്നുണ്ടോ എന്ന് ചോദിക്കാൻ കേരള കോൺഗ്രസിനെ കിട്ടിയില്ല. UDF-ഉം അങ്ങനെ നിലപാടെടുക്കുന്നത് ശരിയല്ല, അതിന്റെ കാര്യമില്ല. കാരണം UDF-ന് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന ശക്തിയുണ്ട്, ജനങ്ങളുടെ ശക്തമായ പിന്തുണയുണ്ട്. അതുപോലെ ഏറ്റവും അവസാനം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലും തെളിയിക്കുകയുണ്ടായി. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പറഞ്ഞതുപോലെ ടീം UDF എന്ന നിലയിൽ ഒറ്റക്കെട്ടായി UDF വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇന്നുള്ളതുകൊണ്ട് UDF-ന് തിളക്കമാർന്ന വിജയം ഇന്നത്തെ UDF കൊണ്ട് തന്നെ കൈവരിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ കോട്ടയം പാർലമെന്റ്, ഉദാഹരണത്തിന് കോട്ടയം പാർലമെന്റിൽ തന്നെ ഞങ്ങൾ കേരള കോൺഗ്രസ് PJ ജോസഫ് സാർ നേതൃത്വം നൽകുന്ന പാർട്ടി UDF-ന് വേണ്ടിയും ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന പാർട്ടി LDF-ന് വേണ്ടിയും മത്സരിച്ചു. പാർട്ടി പിളർപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മത്സരങ്ങൾക്ക് ശേഷം നേരിട്ടുള്ള മത്സരം നടന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. അവർ LDF പോയതിനു ശേഷമാണ്. UDF 85,000-ഓളം വോട്ടുകൾക്ക്, ഏതാണ്ട് 1 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കോട്ടയം പാർലമെന്റിൽ ഐക്യജനാധിപത്യ മുന്നണിയാണ് വിജയിച്ചത്. അപ്പൊ UDF-ന് സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയുണ്ട് എന്ന് ഓരോ തെരഞ്ഞെടുപ്പുകളും തെളിയിക്കുകയാണ്. അങ്ങനെ ശക്തമായൊരു മുന്നേറ്റം ഇവിടെ നടത്തുന്നു എന്നുള്ളത് ഒരു കാര്യം. 2 ഇടതുപക്ഷ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്ന 9.5 വർഷത്തെ ദുർഭരണം,
ഈ ദുർഭരണത്തിനെതിരെ കേരളത്തിൽ ജനങ്ങൾ ഭരണത്തെ മടുത്ത് അതുപോലെ നിരാശയിലായിരിക്കുന്ന ജനങ്ങളെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ഭരണം ഒന്ന് ഇറങ്ങിപ്പോണമെന്ന് കേരള ജനത ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ LDFന് എതിരായിട്ടുണ്ടാകും, UDFന് അനുകൂലമായിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് ജനങ്ങളുടെ പിന്തുണയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് UDFന് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യത്തിൽ മറ്റാരുടെയും പുറകെ പോയി വരുന്നുണ്ടോ എന്ന് ചോദിക്കാൻ UDFന് പോകേണ്ട കാര്യമില്ല. ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരാദ്യം നിലപാട് വ്യക്തമാക്കട്ടെ. ഞങ്ങൾ LDF വിടുന്നു, UDFിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ വിഷയം UDF ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്യുന്നതിൽ കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ P. ജോസഫ് സാർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് പോസിറ്റീവായ നിലപാടേ ഉള്ളൂ. അപ്പോൾ ആ ഒരു നിലപാടിൽ പാർട്ടി ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അതേക്കുറിച്ച് ആ ഒരു പ്രതികരണത്തിന് പ്രസക്തിയില്ല എന്നുള്ളതാണ്. അതല്ല, അതിപ്പം അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ടല്ലോ. അത് UDFന്റെ കൺവീനറാണ്. UDFന്റെ കൺവീനർ എന്ന നിലയിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായി രാഷ്ട്രീയപരമായ ഓരോ കാര്യത്തിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അത് അദ്ദേഹം നടത്തുന്ന ആശയവിനിമയങ്ങളാണ്. അതെല്ലാവരോടും നടത്തും. ആ ലൈസൺ വർക്ക് അദ്ദേഹത്തിന്റെ ചുമതലയാണ്. അത് അദ്ദേഹം വ്യക്തിപരമായിട്ട് നടത്തുന്നുണ്ടാവും. അതിന് റിസൾട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടങ്ങളിൽ അത് ചർച്ച ചെയ്യേണ്ടതുണ്ടെങ്കിൽ അപ്പോഴാണ് UDF പറയുന്നത്. UDF പറയുമ്പോൾ ഞങ്ങളൊക്കെ ആ വിഷയങ്ങളിൽ ഞങ്ങളുടെ അഭിപ്രായം പറയും. UDF പറയുന്നത് വരെ ഞങ്ങൾക്ക് അതേക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ എന്നുള്ളതാണ്. നിലവിൽ UDF പറഞ്ഞിട്ടുമില്ല, ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടുമില്ല. വ്യക്തിപരമായി അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയത്തുമില്ല. അല്ല, ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു നിലപാട് ഞങ്ങൾ ആദ്യം എടുത്തിരുന്നല്ലോ. അതായത് 2010 കേരള കോൺഗ്രസ് രണ്ട് മുന്നണിയിലായിരുന്നു. KM മാണി സാറിന്റെ നേതൃത്വത്തിലും PJ ജോസഫ് സാറിന്റെ നേതൃത്വത്തിലും രണ്ട് പാർട്ടിയായിട്ട് രണ്ട് മുന്നണിയിലായിരുന്നു. അന്ന് കേരള കോൺഗ്രസ് യോജിപ്പിന്റെ രാഷ്ട്രീയം 2010 ഉണ്ടായി. 2010 ഉണ്ടായപ്പോൾ KM മാണി സാറാണ് മുന്നോട്ട് വെച്ചത്, നിർദ്ദേശം മുന്നോട്ട് വെച്ചത്, നമുക്ക് UDF നിൽക്കാം, എല്ലാവരും ഒന്നിച്ച് UDF നിൽക്കാം. അന്ന് LDFൽ മന്ത്രിസഭയിലാണ് P. ജോസഫ് സാർ മന്ത്രിയായിട്ടിരിക്കുകയാണ്. അപ്പൊ കേരള കോൺഗ്രസിന്റെ യോജിപ്പിന് വേണ്ടി മന്ത്രിസ്ഥാനം രാജിവെച്ച് അദ്ദേഹം പാർട്ടി ചെയർമാൻ സ്ഥാനം ഉപേക്ഷിച്ചും അദ്ദേഹം ഇറങ്ങി വരികയാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ CF തോമസ് ചെയർമാനായിരുന്നു. അദ്ദേഹം ചെയർമാൻ സ്ഥാനം ഉപേക്ഷിച്ചു. P. ജോസഫ് സാർ ചെയർമാൻ സ്ഥാനം ഉപേക്ഷിച്ചു, മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ചു. ഈ പറഞ്ഞ ആശയം കൊണ്ടാണ് കേരള കോൺഗ്രസ് ഒന്നിച്ചു നിൽക്കുന്നത്. ഒരു വൻ ശക്തിയായി കേരളത്തിൽ നിലകൊള്ളുന്നത് നല്ലതാണ് എന്ന അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ജോസഫ് വിഭാഗത്തിന് ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഞങ്ങൾ അന്ന് പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി ഒരു വിശാലമായ കേരള കോൺഗ്രസ് കേരളത്തിൽ 64 ഉണ്ടായതുപോലെ ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ യോജിപ്പിലേക്ക് വന്നത്. പാർട്ടി യോജിച്ചു. ഒരുപാട് പ്രശ്നങ്ങൾ ഇടയ്ക്കൊക്കെ തലപൊക്കി. അപ്പോൾ ഒന്നും പാർട്ടി പിളർന്നില്ല. അവസാനം PJ ജോസഫ് സാറിന് പാർലമെന്റ് സീറ്റ് പാർട്ടി തീരുമാനിച്ചതിന് ശേഷം ആ സീറ്റ് നിഷേധിച്ചപ്പോൾ പോലും പാർട്ടി പിളർന്നില്ല. പിളരാതെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ജോസഫ് സാറും ശ്രദ്ധിച്ചു. മാണി സാറുമായി സഹകരിച്ചു വന്നു. മാണി സാറും എല്ലാവരെയും ചേർത്ത് പിടി. അപ്പൊ KM മാണി സാറിന്റെയും PJ ജോസഫ് സാറിന്റെയും CF തോമസ് മൂന്ന് പ്രമുഖ നേതാക്കളുടെ നേതൃത്വത്തിൽ ഐക്യ കേരള കോൺഗ്രസ് മുന്നോട്ട് പോയി. എന്നാൽ മാണി സാറിന്റെ മരണശേഷം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് തുടർന്ന് ഉള്ള കാലഘട്ടത്തിൽ ഇനി കേരള കോൺഗ്രസ് എം എന്ന പാർട്ടി ഒറ്റയ്ക്ക് പോയാൽ മതി. അതിൽ മുതിർന്ന നേതാക്കളായ മാണി സാറിന്റെ മരണശേഷം ഏറ്റവും സീനിയർ നേതാക്കൾ PJ ജോസഫ് സാറും CF തോമസ് സാറുമായിരുന്നു. അവർ രണ്ടുപേരെയും മുൻനിരയിൽ നിർത്തി പോകണമെന്നായിരുന്നു പാർട്ടിയിലെ ഭൂരിപക്ഷം പേരുടെ അഭിപ്രായം. അതിനോട് മാണി സാറിന്റെ അനുയായികൾ അടുത്ത് തുടർന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിച്ച ആളുകൾ യോജിച്ചില്ല. അതുകൊണ്ട് അവിടെ പാർട്ടിയെ പിളർത്താനുള്ള ഒരു നിലപാടെടുത്തു. രണ്ട് LDF വേണോ UDF വേണോ എന്ന വിഷയത്തിൽ മാണി സാർ എടുത്ത നിലപാട് ഞങ്ങൾ ഉറച്ചു നിന്നു. UDF തുടർന്ന് പോകാം, രാഷ്ട്രീയ നിലപാട് UDFന്റെ ഭാഗമായി നിൽക്കട്ടെ. എന്നാൽ പിന്നീട് ഇടതുപക്ഷത്തേക്ക് തിരിച്ചു പോകാൻ അല്ലെ LDFിലേക്ക് പോകാൻ ജോസ് കെ മാണി എടുത്ത നിലപാടിനോട് പാർട്ടിയിൽ ഞങ്ങൾക്കൊന്നും യോജിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മാണി സാർ യോജിപ്പിച്ച് UDF നിർത്തിയെടുത്ത് തന്നെ നിൽക്കുകയാണ്. ഞങ്ങൾ ആ രാഷ്ട്രീയ നിലപാട് തുടരുകയാണ്. അതിന്ന് PJ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് യോജിപ്പ് നല്ലതാണെങ്കിലും ഇപ്പം അഭിനന്ദ തറയിൽ പിതാവ് ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ ചങ്ങനാശ്ശേരിയിൽ വെച്ച് PJ ജോസഫ് സാറിന്റെ ഒരു ആത്മകഥ പുസ്തക പ്രകാശന ചടങ്ങിൽ ഈ സമീപകാലത്ത് തോമസ് തറയിൽ പിതാവ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചു. അപ്പൊ ഞങ്ങൾക്കാർക്കും അതിൽ ആഗ്രഹമില്ലാഞ്ഞിട്ടോ വ്യക്തിപരമായി താല്പര്യക്കുറവുള്ളതുകൊണ്ടോ എതിരായിട്ടോ അല്ല. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഇനി വരണമെങ്കിൽ ജോസ് കെ മാണി വിഭാഗം അത്തരം കാര്യങ്ങളിൽ നിലപാടെടുക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ UDFൽ നിൽക്കുക എന്ന നിലപാടിൽ അടിയുറച്ചു നിൽക്കുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടികളുടെ യോജിപ്പിന് കഴിയുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നിലവിലില്ലാത്തതുകൊണ്ട് ഇപ്പോൾ അത് അസാധ്യമാണ്.
ഇല്ല, ഞങ്ങൾക്കിപ്പോൾ അങ്ങനെ അമിതമായ അവകാശവാദങ്ങളൊന്നുമില്ല. UDF ഞങ്ങളെ മാന്യമായി പരിഗണിച്ചും അംഗീകരിച്ചുമാണ് പോകുന്നത്. പാർലമെന്റിലേക്കുള്ള സീറ്റ്, കോട്ടയം പാർലമെന്റ് സീറ്റ് UDF അനുവദിച്ചു നൽകി എന്നുള്ളത് മുന്നണിക്കുള്ളിൽ കിട്ടിയ ഏറ്റവും മാന്യമായ പരിഗണനയുടെ അടയാളമാണ്. ആ സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് UDFന് വേണ്ടി പാർട്ടിക്ക് കൊടുക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനാണ്. UDFന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനം കോട്ടയത്തുണ്ടായി, കേരളമൊട്ടാകെ ഉണ്ടായി. ഞങ്ങളതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിലും പാർട്ടിക്ക് അർഹമായ സീറ്റ് അത് കേരളമൊട്ടാകെ എല്ലാ ജില്ലകളിലും ലഭിക്കണം എന്ന മിനിമം ഡിമാൻഡേ ഉള്ളൂ. ഞങ്ങൾ ഓവർ അവകാശവാദങ്ങളിലേക്ക് പോകുന്നില്ല. അത് പി ജോസഫ് സാർ എല്ലാ കാലത്തും അങ്ങനെയാണ്. ഇപ്രാവശ്യത്തെ ചർച്ചയിലും എല്ലാവരോടും, ഘടകകക്ഷികളോട് എല്ലാവരോടും ആ ഒരു രീതിയിലുള്ള ഒരു ഉഭയകക്ഷി ചർച്ച നേരത്തെ ആരംഭിക്കും എന്ന് UDF നേതൃയോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം സീറ്റ് വിഭജന ചർച്ച ഏറ്റവും മാന്യമായി ലോക്കൽ ബോഡി ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷൻ നടക്കുമെന്ന് ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അർഹമായ പരിഗണന ഞങ്ങൾക്ക് മുന്നണി കിട്ടുന്നുണ്ട്, അത് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു ചർച്ച നിയമസഭയുടെ സീറ്റ് ചർച്ചയിലേക്ക് ഇതുവരെ കടന്നിട്ട് പോലും. അതൊക്കെ ചില ദുഷ്ടശക്തികൾ തെറ്റായ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തുവിടുന്ന കള്ള വാർത്തകളാണ്. അപ്പൊ അത്തരം വാർത്തകൾക്ക് എന്ത് പ്രസക്തിയായിരിക്കുന്നത്? കാരണം നിയമസഭാ ഇലക്ഷന്റെ ചർച്ചയൊന്നും അതിലേക്ക് കടന്നിട്ടില്ല. 2 പഞ്ചായത്ത് ഇലക്ഷന്റെ ചർച്ചയെ ആദ്യം നടക്കാൻ പോകും. പഞ്ചായത്ത് ഇലക്ഷന്റെ ചർച്ചയുടെ സമയത്ത് നിയമസഭാ സീറ്റിനെ കുറിച്ച് കൊണ്ടുവരുന്ന ദുരുദ്ദേശത്തോടെയാണെന്ന് അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അതിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. അതിന് ബേജാറാവേണ്ട കാര്യമില്ല. ആ വാർത്തകളെല്ലാം അടിസ്ഥാനം ചെയ്താണ്. അങ്ങനെ ഒരു കാര്യവും നിലവിൽ UDF നടന്നിട്ടില്ല. അല്ല, അങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ല. ഏത് ചെറിയ കക്ഷി വന്നാലും വ്യക്തികൾ വന്നാലും അത് ഓരോന്നും മുന്നണിക്ക് ഗുണമാണ്. അതിലൊന്നും ഒരു സംശയമില്ല. തീർച്ചയായിട്ടും മുന്നണിക്ക് എല്ലാം മനുഷ്യരുടെ വോട്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊക്കെ ആര് വന്നാലും മുന്നണിക്ക് അത് ഗുണകരമാണ്, അതിന് സംശയമില്ല. പക്ഷേ അതിന് കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം എന്നുള്ളതേ ഉള്ളൂ. അതുണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അതിനുള്ളൊരു രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പം ഇല്ലെന്നുള്ളത് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാവണമെങ്കിൽ എല്ലാവരും വിട്ടുവീഴ്ച ചെയ്തു വരണം. അങ്ങനെ മറ്റ് കക്ഷികളുടെയൊക്കെ ഒരു അഭിപ്രായം പുറത്തു വരട്ടെ. അങ്ങനെ മറ്റ് കക്ഷികൾ ഇപ്പം ചങ്ങനാശ്ശേരി വെച്ചാണിത് പിതാവ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബന്ധപ്പെട്ട അവിടുത്തെ ഞങ്ങളുടെ എതിർ ചേരിയിൽ നിൽക്കുന്നവരുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം പാർട്ടിയുടേതായിട്ട് അഭിപ്രായം പറയുന്നതിന് പ്രസക്തിയുണ്ട്. നിലവിൽ അതിനുള്ള സാധ്യത കാണുന്നില്ല. അല്ല, അതൊന്നും പറയാൻ പറ്റില്ല. ഉഭയകക്ഷി ചർച്ചകളിലൂടെ, വിട്ടുവീഴ്ചയിലൂടെയും ഉഭയകക്ഷി ചർച്ചകളിലൂടെയും UDFനെ വിജയത്തിലെത്തിക്കുക എന്ന കാര്യത്തിൽ UDFൽ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. UDFനെ വിജയത്തിലേക്ക് എത്തിക്കുക. അടുത്ത പ്രാവശ്യം UDFന് കേരളത്തിൽ ഭരണം ഉണ്ടാവുക, കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുക, UDFന്റെ മന്ത്രിസഭ ഉണ്ടാവുക. അപ്പൊ അതിനുവേണ്ടി UDF പരസ്പര ധാരണയോടെ ജയസാധ്യതയുടെ അടിസ്ഥാനത്തിൽ പരസ്പരം ചർച്ച ചെയ്ത് ധാരണയിലെത്തുക. അതിൽ UDF കൂട്ടായ ചർച്ചകൾ ഉണ്ടാവും. ഒറ്റക്കെട്ടായിട്ട് UDF മത്സരിക്കണം. അപ്പൊ പരസ്പരം ചില വിട്ടുവീഴ്ചകൾ വേണ്ടിവരും. ആ വിട്ടുവീഴ്ചകളെല്ലാം സീറ്റ് വിഭജന ചർച്ചയിലാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് UDF ലഭിച്ചത് 10 സീറ്റാണ്. ആ 10 സീറ്റ് സ്വാഭാവികമായി UDFന് ക്ലെയിമുള്ള സീറ്റുകളാണ്, അർഹതയുള്ള സീറ്റുകളാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ വരുന്നത് എന്നുള്ളത് ഇപ്പൊ പറയുന്നതിന് ഒരു പ്രസക്തിയില്ല. അത് UDFന്റെ സീറ്റ് വിഭജന ചർച്ച നടത്തുമ്പോൾ UDF നേതൃത്വം എന്താണ് അക്കാര്യങ്ങളിലുള്ള നിലപാട് പറയുമ്പോൾ പാർട്ടി ചെയർമാൻ ശ്രീ പി ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ ഞങ്ങളും ആലോചിച്ച് ഞങ്ങളുടെ നിലപാടും വ്യക്തമാണ്. ഇപ്പൊ നമുക്ക് പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് പോകുന്നതുകൊണ്ട് അതിൽ നിൽക്കട്ടെ എന്നുള്ളതാണ്. പിന്നെ ശബരിമല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അതുകൊണ്ട് അതിൽ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിലൂടെ മുഴുവൻ വിവരങ്ങളും പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. വിശ്വാസ സമൂഹത്തെ ആശങ്കയിലാക്കിയ സംഭവവികാസങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ സംസ്ഥാന ഗവൺമെന്റ് അടക്കം പ്രതിക്കൂട്ടിലാണ്, ദേവസ്വം ബോർഡ് പ്രതിക്കൂട്ടിലാണ്. അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണി കേരളത്തിൽ ജനങ്ങളോട് ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകണം. സത്യത്തിൽ ഇത്രയും വലിയൊരു കൊള്ള നടക്കുന്നത് ഇപ്പൊ 2019 ആയാലും 24 ആയാലും 25 ആയാലും ഇതെല്ലാം ഇടതുപക്ഷ മുന്നണി കേരളം ഭരിക്കുന്ന കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് കേരളത്തിൽ വിശ്വാസികളോട് ശബരിമല അയ്യപ്പ സന്നിധിയിലേക്ക് കടന്നു പോകുന്ന ഭക്തജനങ്ങൾ, കോടാനുകൂടി വരുന്ന ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന കാഴ്ചകളും അവരുടെ നേർച്ച കാഴ്ചകളെല്ലാം ഇതുപോലെ കൊള്ളയടിക്കാൻ വേണ്ടി വിനിയോഗിച്ചു എന്ന് പറയുന്നത് ഏറ്റവും നിർഭാഗ്യകരമായ സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ മുഴുവൻ കാര്യങ്ങളിലും ഗവൺമെന്റ് ഇപ്പോൾ ഒരു ഒന്നാം പ്രതിസ്ഥാനത്ത് സർക്കാർ നിൽക്കുന്നു എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ആ നിലയിൽ ഇതിന്റെ മുഴുവൻ വിശദാംശങ്ങളും പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന അന്വേഷണങ്ങൾ ഉണ്ടാകണം.
UDF ഇപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമെങ്കിൽ അക്കാര്യങ്ങളിലേക്ക് കടന്ന് അതുകൂടി ഉണ്ടാകണമെന്ന ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുകയാണ്. സമാധാനപരമായി പേരാമ്പ്രയിൽ പ്രകടനം നടത്തുകയും അവിടെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങളിൽ നിൽക്കുകയും ചെയ്തിരുന്ന UDFന്റെ ഏറ്റവും കരുത്തനായ യുവ നേതാക്കളിൽ സംസ്ഥാനത്ത് മുൻനിരക്കാരനായ ശ്രീ ഷാഫി പറമ്പിൽ MP-യെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം അടക്കം വരുന്ന DCC പ്രസിഡന്റ് അടക്കം UDFന്റെ പ്രമുഖരായ നേതാക്കന്മാരെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ഒരു സമാധാനപരമായി നടന്ന ഒരു പ്രോഗ്രാമിൽ പോലീസ് കാണിച്ച നിഷ്ഠൂരമായ സംഭവങ്ങൾ, പോലീസ് രാജ് നടപ്പാക്കുന്ന വിധത്തിലേക്ക് നടത്തിയ പൈശാചികമായ ആക്രമണം, അതിലെ കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. കർശനമായ നടപടിയെടുക്കുവാൻ സർക്കാർ മുന്നോട്ട് വരണം. ഇപ്പോൾ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. ആ തെറ്റായ നിലപാട് തിരുത്തണമെന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഷാഫി പറമ്പിലിനെ അടക്കം മർദ്ദിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം പാർട്ടി രേഖപ്പെടുത്തുകയും ചെയ്യും.